ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ നമ്മൾ 3 ഓർഗനൈസേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഡേസി ഓർഗനൈസർ. അതിന് വേണ്ടി ഞാൻ അടുത്തൊരു മിഠായി മെറ്റിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ട് ഞാൻ ആദ്യം അതിനൊരു വൈറ്റ് കോട്ട് ആട്ടോ അടിക്കുന്നത്. പിന്നെ വൈറ്റ് കോട്ട് അടിച്ചതിന് ശേഷം ഒരു ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ കൊടുക്കുന്നത്. ആ ലാവണ്ടർ എന്ന് പറയുന്നത് റെഡും ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ആക്കി ഏകദേശം ഒരു ലാവണ്ടർ പോലത്തെ ഒരു ഷെയ്ഡ് കിട്ടും. പിന്നെ അതൊന്ന് നല്ലോണം അത്യാവശ്യം നല്ലൊരു കോട്ടിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഉണങ്ങാൻ വെക്കുന്ന കേട്ടോ. എന്നിട്ട് ആ ലാവണ്ടർ ഉണങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് ഡേസി ഫ്ലവേഴ്സ് അവിടെ ഇവിടെ ചന്നം പിന്നെ വരച്ച് കൊടുക്കാം. ചെറിയൊരു ബ്രഷിൽ വൈറ്റ് എടുത്തിട്ട് കുറച്ച് ഇതളങ്ങ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഡേസി ഫ്ലവർ റെഡി. നിങ്ങൾക്ക് വരക്കാൻ അറിയാത്തവർക്ക് ഇത് സിമ്പിളായിട്ട് വരക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അതിന് നമുക്ക് കുറച്ചൊരു യെല്ലോ ഡോട്ടും കൂടി ഇട്ടെടുത്താൽ നമ്മളെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇനി ക്ലിയർ വാർണിഷ് അടിക്കണേ അടിക്കാം കേട്ടോ. ചിലൊന്നൊരു ഗ്ലേസ്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് സാനിറ്റൈസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഓർഗനൈസറോടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ള വേണമെങ്കിൽ ഇട്ടേക്കാം, പെന്നോ ബ്രഷ് എന്ത് വേണമെങ്കിൽ ഇട്ടേക്കാം. ഇനി നെക്സ്റ്റ് വേറൊരു ഓർഗനൈസർ നോക്കിയാലോ, ക്ലേ വെച്ച്. ഈ ക്ലേ വെച്ചുള്ള ഞാൻ വേറൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു. അപ്പോഴത്തെ ഫ്ലോപ്പ് ആയപ്പോൾ ഞാൻ വേറെ ഷേപ്പിൽ ചെയ്യാൻ വെച്ചപ്പോൾ അപ്പം തോന്നിയൊരു ബുദ്ധിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അതിന് വേണ്ടി ആദ്യം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന് അടിഭാഗം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിലിൻ്റെ ഭാഗമൊക്കെ മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ മുറിച്ചെടുക്കാം. ഇനി ക്ലേ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് പേപ്പർ ക്ലേ പോലത്തെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതേപോലെ ടെക്സ്ചർ പോലെ ഉണ്ടാക്കിയിട്ട് അതും ഇതിന് വേണ്ടിയിട്ട് യൂസ് ആക്കാം കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗം മുറിച്ചെടുത്ത് അതിലേക്ക് ക്ലേ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒട്ടിച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ നമുക്കൊരു ഷേപ്പില്ലാത്തൊരു ഷേപ്പിൽ പോലെ അധികം ടെക്സ്ചർ നല്ല മിനുസപ്പെടുത്തണ്ട, അങ്ങനെ കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൽ കത്തിയും കൊണ്ട് ചന്നം പിന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന അറ്റം സിഗ്സാഗ് പോലെയൊക്കെ ഉള്ളൊരു കത്തി ഉണ്ടാവില്ലേ, ആ കത്തിയും കൊണ്ടാട്ടോ വരച്ചെടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടോ, അതാണ് ഇതിങ്ങനെ പൊട്ടിപ്പോയത്. നിങ്ങൾ വെയിലത്തൊന്നും വെച്ചെടുക്കണ്ട. ഞാൻ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചപ്പം അതൊന്ന് പൊട്ടി പെയിൻ്റ് അടിച്ചപ്പോൾ അധികം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ റെഡിയായി. അപ്പം അടുത്ത് എന്താ നോക്കാം, ക്യാൻഡി പെൻ ഹോൾഡർ. അതിന് വേണ്ടിയിട്ട് ഞാൻ മിഠായി മെറ്റിന് വേറൊരു ബോട്ടിലായിട്ട് കൊടുക്കുന്നത്. ചെറിയൊരു ബോട്ടിലാണ്. ഡേസി ഫ്ലവർ അടിച്ചത് അത്യാവശ്യം വലുതരാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, കയ്യിൽ കിട്ടുന്ന. പിന്നെ ആദ്യം തന്നെ അതിനൊരു പിങ്ക് കോട്ട് കൊടുക്കുന്നുണ്ട്. പിങ്ക് എന്ന് വെച്ചാൽ റെഡും വൈറ്റും കൂടി മിക്സ് ആക്കിയാൽ ഇതേപോലത്തെ ഒരു പിങ്ക് കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബ്രൗൺ എടുക്കുക. ബ്രൗൺ ഞാൻ ഉണ്ടാക്കില്ല, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഗ്രീനും റെഡും വൈറ്റും കൂടി ചെറുങ്ങനെ മിക്സ് ആക്കിയാലും ഏകദേശം ഈ ബ്രൗൺ ഷെയ്ഡൊക്കെ കിട്ടും. നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഒലിക്കില്ലേ ഈ ഡോണറ്റിലൊക്കെ, അതേപോലത്തെ ഒരു ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കണ്ടിട്ട് ഡോണട്ടായോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊന്നും എല്ലാ സൈഡിൽ നിന്ന് വരച്ചെടുക്കുന്നത്. എല്ലാ പെയിൻറ്റും ഉണങ്ങിയതിന് ശേഷം കേട്ടോ നെക്സ്റ്റ് പെയിൻ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഉണങ്ങാൻ കുറച്ച് പാടാണ്. സാൻഡ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട കളറിൽ പോയിൻറ്റ് ബ്രഷ് കൊണ്ട് കുറച്ചൊന്ന് വരച്ചെടുക്കുക. ഏത് വേണമെങ്കിൽ വരച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിൽ വരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് 2 കണ്ണ് ഒരു മൂക്കും വരച്ചെടുക്കണം. ഞാൻ കണ്ണ് മാത്രമേ വരച്ചോളൂ, മൂക്ക് വരക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ 3 ഓർഗനൈസേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 3 നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത്. അപ്പോൾ ബൈ ഓൾ.